അപ്പോഴേ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കുട്ടികൾക്ക് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ മക്കളായിട്ട് ചെരുപ്പ് എടുക്കാൻ പോയിട്ടാണ്. ഇപ്പോൾ ഇത് ഓണത്തിന് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വയ്യാത്ത കാരണം ഇടാൻ ലേറ്റായി പോയതാണ്. അങ്ങനെ മക്കൾക്ക് ചെരുപ്പൊക്കെ എടുത്തു. അപ്പോൾ അവരുടെ പാകം നോക്കിയിട്ടാണ് കേട്ടോ ചെരുപ്പൊക്കെ എടുത്തത്. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് തൂക്കുപാലത്തിൻ്റെ അവിടെ അയൽക്കൂട്ടക്കാരിട്ട പൂക്കളാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ നേരെ വന്നിട്ട് മോളായിട്ട് മുടി വെട്ടാൻ പോയി. അപ്പോൾ അവളുടെ മുടിയാണ് ആ കാണുന്നത്. ഇതിങ്ങനെ ഒരു ഉള്ളില്ലാത്ത മുടി. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കിടക്കൂട്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുണ്ട് വെട്ടാന്ന്. അപ്പോൾ ആ കാണുന്ന മുടി ഞങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ പോയതാണ്. അപ്പോൾ എന്നായിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്ന മുടി വെട്ടണേന്. അപ്പോൾ അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയിട്ട് മുടി വെട്ടിയതാണ്. അപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി കഴിഞ്ഞപ്പോൾ ഇഷ്ടമൊക്കെ ആയിട്ടാണ്. പക്ഷേ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ഇഷ്ടത്തിനല്ലാതെ മുടി വെട്ടിയപ്പോൾ ഒരു സങ്കടമാണ്. ഇത്ര ഉണ്ടായിരുന്ന മുടി അമ്മ ഇത്ര ആയില്ലേ എന്നുള്ള വിഷമമാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് വലുതാക്കാം, ഇപ്പം ഇതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുടി വെട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മോളെ മുടി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. ഭംഗിയുണ്ടോ, രസമുണ്ടോ, മോളുടെ മുഖത്തിന് ചേരുന്നുണ്ടോ? വെട്ടിയപ്പോൾ ഇഷ്ടമൊക്കെ ആയി, പക്ഷേ മുടി കുറഞ്ഞല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ സങ്കടം മാറ്റാതായിരുന്നിട്ട് പപ്സ് കുത്തിക്കയറ്റിയാണ് ഇറങ്ങാനൊരു ലൈമും. അങ്ങനെ വന്നിട്ട് പിന്നെ സദ്യയൊക്കെ ഉണ്ടുട്ടാ, പായസവും കുടിച്ചു.